ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിവിടെ ഇപ്പോൾ വീണ്ടും ടെക്സ്റ്റിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഡി സി മെഷീൻസിനെ പറ്റിയാണ്. ഡി സി മെഷീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫസ്റ്റ് മൊഡ്യൂൾ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് ഓരോ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷനാണ്. The machine which converts mechanical power to electrical power in DC is called a DC generator. The DC machine which converts to electrical power to mechanical power is called a DC motor. The application of DC machine, both DC generator and DC motor, are very widely observed in industries. Construction details. A DC machine, generator or motor, mainly consists of the following four parts: armature, field system, air gap, commutator. A armature rotating part, rotor എന്ന് പറയും. Field system includes field poles and field winding. Field winding വരുമ്പോൾ സ്റ്റേഷനറി പാർട്ടിൽ വരും, സ്റ്റേറ്റർ. എയർ ഗ്യാപ്പ്, the gap between stator and rotor. Commutator എന്ന് വെച്ചാൽ the function of commutator is to convert AC to DC. In addition to main parts mentioned above, the following essential parts are also present in a DC machine: interpoles, yoke, brushes and brush holders, bearing and cooling arrangement. നമ്മൾ ഇനി അടുത്തത് ഡി സി മെഷീൻ്റെ സ്ട്രക്ചറാണ്. ഇതിൽ ഓരോ ഭാഗങ്ങളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റർ കാണിച്ചിട്ടുണ്ട്, സ്റ്റേറ്റർ ഫ്രെയിം യോക്ക് കാണിച്ചിട്ടുണ്ട്, ഫീൽഡ് പോൾ കാണിച്ചിട്ടുണ്ട്, നോർത്ത് സൗത്ത് പോൾ അങ്ങനെ തിരിച്ചിട്ടാണ്. പിന്നെ സീരീസ് ഫീൽഡ് കാണിക്കുന്നത്, ഷൻ ഫീൽഡ് കാണിക്കുന്നുണ്ട്, ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഇൻ്റർപോൾ കാണിക്കുന്നുണ്ട്, അങ്ങനെ കുറേ. ഇനി ആർമേച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ആർമേച്ചർ കൺസിസ്റ്റ് of core and winding. Core is made up of lamination to reduce the eddy current loss. The surface of the armature core is provided with slots to accommodate the armature winding. The core is provided with the cooling and ducts for circulation of cooling air. The arrangement is shown in figure. ഓരോന്നായി അറേഞ്ച് ചെയ്ത് കണ്ടല്ലോ, ഞാൻ അതിനെ പറ്റി പറഞ്ഞു. ഇനി ഫീൽഡ് പോൾസ് മേ ബി പെർമനൻറ്റ് മാഗ്നറ്റ് ഓർ ഇലക്ട്രോ മാഗ്നറ്റ്. അത് അങ്ങനെ പറഞ്ഞേക്കുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പിന്നെ യോക്ക് എന്ന് വെച്ചാൽ യോക്ക് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ഫ്രം എൻ്റയർ അസംബ്ലി ഓഫ് ദ മെഷീൻ. കമ്മ്യൂട്ടേറ്ററിലും ദ ഫാരഡേസ് ലോ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഡി സി ജനറേറ്റർ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബ്രഷസും ബ്രഷ് ഹോൾഡേഴ്സും. ബ്രഷസ് ആർ മെയ്ഡ് ഓഫ് കാർബൺ ആൻഡ് ഗ്രാഫൈൻ ആൻഡ് ആർ ഹാവിങ് ഗുഡ് കണ്ടക്ടിവിറ്റി ടു റെഡ്യൂസ് ഇലക്ട്രിക്കൽ ലോസസ് ആൻഡ് എ low coefficient of friction to reduce excessive wear. ഇതാ ബ്രഷസിനെ പറ്റി പറഞ്ഞു. ഇനി അടുത്തത് ബെയറിങ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബോൾ ബെയറിങ്, റോളർ ബെയറിങ്, പെഡസ്ട്രിയൽ ബെയറിങ്. നമ്മൾ അത് ബെയറിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർമേച്ചർ വൈൻഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞ ലാപ്പ് വൈൻഡിങ്, വേവ് വൈൻഡിങ്, അതിൻ്റെ ഫിഗറാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെയാണ് വർക്കിംഗ് ഓഫ് ഡി സി ജനറേറ്ററിൻ്റെ ഫിഗർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വരയ്ക്കണം. ഡി സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് ഒരു എസ്സേ ചോദിക്കുമ്പോൾ ഇത് വരയ്ക്കണം. ഇത് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. അടുത്ത അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണിക്കുന്നത്. ഇതും കൂടി പഠിച്ച് വർക്കിംഗ് എല്ലാം പഠിച്ച് എഴുതണം. എന്നിട്ട് ബാക്കി കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതും കൂടി വെച്ച് ഇത്ര ഒരു എസ്സേ എഴുതിയാൽ നിങ്ങൾക്ക് സുഖമായി 10 മാർക്ക് സുഖമായി ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എടുക്കാം. ഇനി അടുത്തതാണ് EMF ഇക്വേഷൻ. ഇത് 5 മാർക്കിന് ഇതും ഒരു പ്രോബ്ലം ഒരുമിച്ചായിരിക്കും ചോദിക്കുന്നത്. EMF ഇക്വേഷൻ ഫസ്റ്റ് തുടങ്ങും
Phi means flux. Z equal total number of armature conductors. Number of slots into conductors per slots. P is equal to number of poles. A is equal to number of parallel paths. N is equal to speed of armature in RPM. Eg EMF generated per parallel path. Eg is equal to d phi by dt. d phi by dt എടുത്തിട്ട് അടുത്ത അതിൽ 5p divided by 60 by n. dt is equal to 1 by n by 60 എഴുതാം. അടുത്ത is equal to 5pn by 60. Eg is equal to EMF parallel path. Eg is equal to 5pn divided by 60 into z by a. അടുത്തത് ലാസ്റ്റ് ഇക്വേഷൻ്റെ ഇതാണ്. Eg is equal to 5zn by 60 into p by a. 5zn by 60 into p by p equal 5zn by 60. Lap winding a is equal to p. Main equation വരുമ്പോൾ 5zn by 60 into p by z. For wave winding a is equal to 2. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം പറയുന്നതുമാണ്. താങ്ക് യു വെരി മച്ച് ഓൾ.